നമുക്കിന്നേ ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചന മസാലയുടെ റെസിപ്പി കണ്ടാലോ. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളക്കടലയ്ക്കാണ് ഞാൻ ഈ ക്വാണ്ടിറ്റി പറയണം. ഇത് ചെറിയ സവാള ആയതുകൊണ്ടാണ് 3 എടുത്തത്. അത് നമുക്ക് വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുക്കാം. തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല, നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കും. ഇനിയിപ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം വലുതെടുത്താലും മതിയാവും കേട്ടോ. ഇതുപോലെ നമ്മൾ കനം കുറച്ചൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ സവാള. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീരാവുന്നേ ഉള്ളൂ, എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാട്ടോ ഏറ്റവും ടേസ്റ്റ്. പൂരിക്കും അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ 1 തക്കാളി അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ചെയ്യണത്. തക്കാളി അധികം ആവണ്ട കേട്ടോ, അതിനൊരു പുളിപ്പ് രസം വരും. നമുക്ക് 1 തക്കാളി തന്നെ മതി. ഇതൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിരിക്കണം. പിന്നെ നമ്മൾ ഏത് മസാലക്കറി ഉണ്ടാക്കുകയാണെങ്കിലും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതും നമുക്ക് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് തന്നെ ഒഴിക്കണം കേട്ടോ, വെളിച്ചെണ്ണ ചേർക്കണ്ട. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റ് പോലെ തോന്നുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 ഗ്രാമ്പു, ഒരു ഏലക്ക. ഗ്രാമ്പു 3 ഇല്ലെങ്കിൽ 2 ആയാലും മതി കേട്ടോ. അത് നമ്മുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഗ്രാമ്പൂവിൻ്റെ കുത്തൽ അധികമാവും. അതിനുശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർക്കുകയാണ്. ഇതിന് മുമ്പ് നമ്മളൊരു ടീസ്പൂൺ നല്ല ജീരകം ചേർക്കേണ്ടതായിരുന്നു, ഞാനത് മറന്നു. പിന്നീടാണ് അത് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോഴാണ് ഞാൻ നല്ല ജീരകം ചേർക്കണം. അപ്പോൾ നല്ല ജീരകം ചേർത്ത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തക്കാളിയും സവോളയും ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വാടേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് വാടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാവുന്നേ ഉള്ളൂ. തക്കാളി ഒന്നും വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതിൻ്റെ തൊലി ഒന്ന് ഇളകി വരുന്ന പരുവായാൽ മതി. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 4-5 അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ അണ്ടിപ്പരിപ്പ് ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും പിന്നെയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഇത്ര ചേർക്കേണ്ടത്. പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ചന മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചന മസാല ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് അതിലും ടേസ്റ്റ് ഇഷ്ടമായത് അത് ചേർക്കാണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ചന മസാല ചേർത്തിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ചന മസാല ചേർക്കണമെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ചെയ്തേക്കണം. അത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും അതേ ചീനച്ചട്ടി എടുത്തേക്കണേ, കഴുകിയിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതേ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ നിന്ന് അരച്ച് വെച്ച പേസ്റ്റില്ലേ അതെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ചെയ്യണേ. അപ്പോൾ ഗ്രേവി നല്ല തിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ ബാക്കിയുള്ളത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഒന്നും വേസ്റ്റാക്കാൻ പാടില്ല. അപ്പോൾ ബാക്കി വന്നത് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ മാത്രമല്ല, എല്ലാ വീട്ടന്മാരും ചെയ്യണ കാര്യം തന്നെയാണ്. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. ഈ വെള്ളക്കടല ഞാൻ തലേ ദിവസം നന്നായി കഴുകി രാത്രി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. രാവിലെ അതെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുത്ത് ഏകദേശം ഒരു 4 വിസിലായപ്പോൾ എനിക്ക് കടല വെന്ത് കിട്ടിയിട്ടാണ്. അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. എന്നിട്ട് ആ വേവിച്ച വെള്ളക്കടലയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് എത്ര തിക്നെസ് വേണോ അത്രയും ആക്കിയെടുക്കാം. ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണേ. ചപ്പാത്തിക്കാണ് നമ്മൾ ഈ അടിപൊളി ചന മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ചപ്പാത്തി അപ്പുറത്തെ അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പുറത്തേൽ നമ്മുടെ ചന മസാലയും റെഡി ആവുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി. ഇനി ലാസ്റ്റ് 2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കാനുള്ളൂ. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കിയത്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് കയ്യിലിട്ടൊന്ന് തിരുമ്മി നന്നായി ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായി പൊടിഞ്ഞു വരും. ഉണങ്ങിയ ഇലയാണല്ലോ. അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. ഇനി മല്ലിയില ഇല്ലെങ്കിൽ കൂടിയും കസൂരി മേത്തി ഒഴിവാക്കരുത് കേട്ടോ.
അത് ചേർത്താലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചന മസാലയുടെ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ. അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഗോതമ്പ് ദോശയ്ക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്